നിങ്ങളുടെ എല്ലാവരുടെയും സ്വന്തം അറബി ഇതാ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ക്യാമറയ്ക്ക് ചെറിയൊരു ലാഗൊക്കെ ഉണ്ട്. ക്യാമറയ്ക്ക് ലാഗുണ്ട് ഗസ്. സോ നമ്മൾ എന്നൊരു കാർ ക്രാഷ് ഗെയിമാണ് ഗസ് കളിക്കാൻ പോകുന്നത്. എന്താ പറയാൻ, പോർഷെ നമുക്ക് ഈ കാറെല്ലാം ഫ്രീ ആണ്. കണ്ടില്ല, ഒറിജിനലൊരു വണ്ടി ഇടിക്കുന്ന മാതിരി നോക്ക്. നമ്മളിപ്പോൾ എടുത്തേക്കുന്നത് റിവേഴ്സ് ഗിയർ ഫസ്റ്റ് ഗിയർ ഒടുക്കത്തെ ഗ്രാഫിക്സ് ആണ് ഗൈസ്, ഒടുക്കത്തെ ഗ്രാഫിക്സ്. അതിനകത്ത് വണ്ടികളൊക്കെ ഏതൊക്കെ ഉണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്, കാണിച്ചു തരാം. ബ്രേക്ക്, ഗിയർ മാറ്റണമല്ലോ. ഐ സോറി ഗൈസ്. ശരി. അൽഹംദുലില്ലാ കണ്ണുവേദന എടുക്കുന്നത് കേസ്. ഇതിനകത്ത് നമുക്ക് സ്വന്തമായിട്ട് ഇത്രയധികം കാറുകളെല്ലാം ഉണ്ട്. ഇത് നമ്മൾ കളിച്ച് ഉണ്ടാക്കുന്നതല്ല. സൂപ്പർ, നമ്മൾ കളിച്ച് വാങ്ങിക്കുന്നതല്ല, ഇതിനകത്ത് ഫ്രീ ആണ് ഗൈസ്. എല്ലാ കാറും നമുക്കെല്ലാ വണ്ടിയും ഇടിച്ച് നശിപ്പിക്കാം ഗൈസ്. ഇത് റിവേഴ്സ് ഗിയർ ഇങ്ങനെ ഞെക്കിയിട്ട് ഇത് ഞെക്കി കഴിയുമ്പോൾ അപ്പോൾ ഗൈസ് നമുക്ക് ഈ വണ്ടിയൊക്കെ ഇനി നമുക്കൊരു പുഴയിലൊക്കെ ഉണ്ടാവും. അയ്യോ, പുഴ അങ്ങോട്ടല്ലല്ലോ, തിരിച്ച് ഊട്ടേൺ എടുക്കാം ഗൈസ് നമുക്ക്. ഗെയിം അങ്ങനെ ഉണ്ട്, നല്ല ഗ്രാഫിക്സിൽ. ഗെയിമിൻ്റെ പേര് ഡ്രൈവ് എക്സ് എന്നാണ് ഗസ്. ഡ്രൈവ് എക്സ് നിങ്ങളെല്ലാവരും വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഫ്രീ ആണ്. പിന്നെ നമ്മൾ സ്പെസിമെൻ 0 കളിക്കും ഗൈസ്. നമ്മുടെ ഒരു ഫ്രണ്ടുമായിട്ട് ഹണ്ടർ 14 എന്ന് പറയുന്നൊരു ഫ്രണ്ടുമായിട്ട് നമ്മൾ സ്പെസിമെൻ 0 കളിക്കാൻ പോവാണ്. ഓക്കെ, വഴി തെറ്റിപ്പോയി ഗൈസ്, റിട്ടേൺ എടുക്കേണ്ടി വരും. പിന്നെ വേണ്ട, വഴി ക്രോസ് കാണാം. സ്പെസിമെൻ 0 എന്ന് പറയുന്നൊരു ഗെയിം നമ്മൾ കളിക്കുന്നുണ്ട്. നിങ്ങൾ അത് വെയിറ്റ് ചെയ്യാൻ, ഈ അടുത്തെങ്ങാനും ഇടുന്നതാണ്. നമ്മൾ കുറേ നാളായി. ഇനി ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എത്ര നാൾ കഴിഞ്ഞായിരിക്കും അടുത്ത വീഡിയോ ഒന്ന് പറയാൻ ഒക്കില്ല. അത്രയ്ക്കും മടിയാണെന്നല്ല ഞാൻ പറയണത്, മടിയാണ് എന്നാൽ അതൊരു മടിയാണ്, മനസ്സിലായോ? മടിയാണ്. യൂട്യൂബ് തുടങ്ങാൻ നേരം ഒന്നും ഇത്ര മടിയൊന്നുമില്ല, ഭയങ്കര കാര്യമായിരുന്നു. ഓ ചളി കുടുങ്ങി. ആ പോട്ടെ. സൂപ്പറാ. സൂപ്പർ പോന്നു. എൻ്റെ ദൈവമേ, എന്ത് പോക്കാടാ. സോറി, സാധാരണ വണ്ടികളെല്ലാം ഇതുവഴി ഭയങ്കര പമ്മിയാണ് ഗൈസ് പോകുന്നത്. ഇത് നല്ല കുറച്ചുകൂടി സ്പീഡുണ്ട് ഇതിന്. ക്ഷമിക്കണം, തുമ്മലുണ്ട്. ഇതിനെല്ലാം പൊടിയായിരുന്നു ഗൈസ്. അറബി ലുക്കാണ് ഗൈസ്. എങ്ങനെയുണ്ട് അറബി ലുക്ക്? കയ്യെ കെട്ടിയൊരു തോർത്തൊക്കെ എടുത്ത് തലയിൽ ചുറ്റിയിട്ടുണ്ട്. അറബി ലുക്കാണ്. നിങ്ങൾക്ക് അറബി ലുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയാം. നമുക്കിനി അറബി മാത്രമല്ല, നമുക്ക് രംഗേണ്ണനായിരുന്നു. ഞാൻ രംഗേണ്ണൻ്റെ വീഡിയോ ഇട്ടില്ല, ഡിലീറ്റ് ആയിപ്പോയി. സോ നമുക്ക് നല്ല ഗ്രാഫിക്സ് ഉള്ള ഗെയിമാണ്. 500 MB എങ്ങാണ്ടേ ഉള്ളൂ. നിങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്ത് കളിക്കാൻ കേട്ടോ. ഒട്ടും ലാഗില്ലാതെ കളിക്കാം.
ഗൈസ് ഞാനേ ഒരു നിമിഷം ഞാൻ ഇതിൻ്റെ ഈ സൈഡിലത്തെ സെറ്റിങ്സ് ഒന്ന് മാറ്റേണ്ടി വന്നിരിക്കുന്നു. കാരണം കൺട്രോൾസിൻ്റെ ഒപ്റ്റിക്കൽസ് സൈസ് നമുക്ക് തീരെ കുറച്ചിടാം. ഇതാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോകും. സൈസ് തീരെ കുറച്ചിട്ടിട്ട് ക്യാമറ 8x-ലാണ്. 8x ഫുള്ളാണ്. ഞാൻ ഗ്രാഫിക്സ് അൾട്രയിലാണ് കേട്ടോ ഇടുന്നത്. ഇപ്പം കാണാൻ കുറച്ചുകൂടി രസമായിരിക്കും. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് സ്ക്രീൻ ഫുള്ള് കാണാമല്ലോ. ഞാൻ ബട്ടൺസിൻ്റെ സൈസ് കുറച്ച് കൂട്ടിയിട്ടാ കാണാൻ നോക്കില്ല. ഓക്കെ, നമുക്ക് ഈ മാപ്പൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. പിന്നെ വണ്ടിയൊക്കെ ഒന്ന് ക്രാഷ് ചെയ്ത് നോക്കണം. സൂപ്പറാ ക്രാഷ് ചെയ്യണം ഗൈസ്. സൂപ്പറൊക്കെ ക്രാഷ് ടെസ്റ്റ് നടത്താം. നമ്മൾ ഗ്ലോബൽ എൻക്യാപ്പ് നടത്തുന്നതല്ല ക്രാഷ് ടെസ്റ്റ്, ഞാൻ നടത്തുന്നതാണ് ക്രാഷ് ടെസ്റ്റ്. നിങ്ങൾ നോക്കുക, ഗ്ലോബൽ എൻക്യാപ്പ് എന്തൊക്കെയോ ഇതിലൊക്കെ അതൊക്കെ വലിയ ക്രാഷ് ടെസ്റ്റ്. നമ്മളെ ലോക്കൽസ് ഇതാ ഒറിജിനൽ ഭൂമിയിൽ ചെന്ന് ഒറിജിനൽ ഭൂമിയല്ല ഗൈസ്, ഒറിജിനൽ പോലെ ഇരിക്കുന്നൊരു ഭൂമിയിൽ നമ്മൾ വണ്ടി ഓടിച്ച് ഗെയിമിൽ വണ്ടി ഓടിച്ച് നമ്മൾ ക്രാഷ് ടെസ്റ്റ് നടത്തി പോകുകയാണ്. എന്തോടെ ഇവിടെ ഹീറോ ബ്രെയിൻ വന്നാടാ. മൈൻക്രാഫ്റ്റ് നിർത്തിയിട്ട് വന്നതാണ് ഇപ്പോൾ. എടാ ഞാൻ മൈൻക്രാഫ്റ്റ് ഫുള്ളി നിർത്തി. നമ്മളിനി ഹൊറർ ഗെയിംസ് ആയിരിക്കും കളിക്കാൻ പോകുന്നത്. പിന്നെ വല്ലപ്പോഴും ഒരു കാറിൻ്റെ ഗെയിം കാണുമല്ലോ. നമ്മളിനി നമ്മുടെ കൂടെ ഹണ്ടർ 14 കാണുന്നതാണ്. കില്ലറെല്ലാം പോയി ഗൈസ്. കില്ലറെല്ലാം ഭയങ്കര ബിസിയാണ് ഗൈസ്, ബിസി. സോ നമ്മുടെ കൂടെ ഇനി ഹണ്ടർ 14 എന്ന് പറയുന്ന ഒരാളായിരിക്കും. ആള് പക്കാ ഗെയിമറാണ്, ഹൊറർ ഗെയിമിങ് കളിക്കുന്ന ഒരാളാണ്. ആളെ നമ്മൾ ഇരട്ടപ്പേരിട്ട് വിളിക്കുന്ന ഗണ്ണുണ്ട പ്രൊമാക്സ് എന്നാണ് കേട്ടോ. പ്രത്യേകിച്ച് കാരണമൊന്നും നമ്മൾ ഉമ്മ വിളിക്കുന്നു. ആർക്കെങ്കിലും ഇരട്ടപ്പേര് വേണമല്ലോ. എൻ്റെ സൂപ്പറാ എയർ ബാഗൊക്കെ പുറത്തു വന്നു. സൂപ്പർ ക്രാഷ് ടെസ്റ്റ് നടത്താൻ കഴിയും. സൂപ്പറാടാ. നമുക്ക് ആ ഹീറോ ബ്രെയിൻ ഇതെന്താണെന്നറിയോ, ഇത് പക്കാ ഡീറ്റെയിൽ ആയി ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടയറിലെല്ലാം ചെളി വന്നിട്ട് ആ ഗ്രിപ്പെല്ലാം പോയി കഴിഞ്ഞപ്പോഴേ അത് കിടന്ന് തെന്നണ. അതൊക്കെ ഒറിജിനൽ റിയലിസ്റ്റിക് കണക്കാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വണ്ടി പതിയെ ഓടിക്കും. ഓഫ്, കണ്ടാ നിങ്ങളിത് കണ്ടാ? ഓക്കെ, വണ്ടിയുടെ എൻജിൻ പോയി. അതെന്തൊരു ഫിസിക്സ്. ഓക്കെ, വണ്ടിയുടെ എൻജിൻ കത്തിപ്പോയി. ഓക്കെ, സെറ്റായിരുന്നു. നല്ല ക്രാഷ്, നല്ലൊരു ക്രാഷ്. സൂപ്പറാ ഇടിച്ച് കിടക്കുകയാണ് ഗൈസ്. നമുക്കിനി അടുത്തത് ഓഫ് റോഡ് വണ്ടിയൊന്നും വേണ്ട. ഓഫ് റോഡ് പോകാൻ ഓഫ് റോഡ് വണ്ടി പോരാ നമുക്ക്. ഗൈസ് GTR ഉണ്ട്. GTR എടുക്കുക. GTR എൻ്റെ ഇപ്പുറത്ത് കിടക്കുന്നില്ലേ? ഇതാ പക്ഷേ ഇപ്പോഴത്തെ ട്രെൻഡ് വണ്ടി. എടാ GTR പുതിയ വേർഷൻ നിങ്ങൾ കണ്ടീന? എടാ ഫുള്ള് ഇലക്ട്രിക്, കാണാനും കൊള്ളത്തില്ല, മൊത്തം പോയി. ഇനി GTR എന്ന് പറയുന്ന സാധനമില്ല, ഫുൾ ഇലക്ട്രിക്കായി. അത് ബാക്ക് വന്നായിരുന്നു പൊളിയായിരുന്നു. ഐ ആം ബാക്ക്. സോ നമ്മൾ GTR എടുത്തിട്ടുണ്ട്. GTR ഇതിൻ്റെ പേരെന്തോരും GTR എന്ന് തന്നെയല്ലേ? GTR മറ്റേ വണ്ടിയല്ലേ? രണ്ടും ഒരു കമ്പിയാണ്. ഇത് GT എത്ര ഉണ്ടാ? GT 37 അങ്ങനെ കണ്ട് പറയുന്നൊരു വണ്ടിയല്ലേ ഇത്? ഞാൻ GTR എന്ന് വിളിക്കാം. എനിക്കറിയാമായിരുന്നു ഗൈസ്, മറന്നുപോയി. ഞാൻ കാറിനെ കുറിച്ച് ഭയങ്കര ഇതായിരുന്നു എനിക്ക് പണ്ട്. ഇപ്പം ഞാൻ മറ്റേ ഒരു ഫിഷ് ഫാമിംഗ് ഒക്കെ തുടങ്ങി.
ഫിഷിനെ കുറിച്ചായപ്പോൾ കാറിൻ്റെ കാര്യങ്ങളെല്ലാം വിട്ട് ഗൈസ്. കാർ പിന്നെ അതും നിർത്തി ഇതും നിർത്തി രണ്ടും ഇല്ലാത്ത അവസ്ഥയായി. ഇന്നിപ്പോൾ ഇറങ്ങുന്ന വണ്ടിയെക്കുറിച്ച് വലിയ വിവരമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും ഞാൻ ഗൂഗിളിലൊക്കെ കയറി ഭയങ്കര വിവരമൊക്കെ അറിവ് പകരം നോക്കി. ഇതൊക്കെ എക്സാമിൽ കണ്ടായിരുന്നു എപ്പോഴേ പാസ്സായത്. ഗ്രാഫിക്സ് ഉണ്ടല്ലോ അങ്ങോട്ട് കയറ്റണ്ട. ടയറിൽ ചെളിയായിട്ട് പിന്നെ ഗ്രിപ്പ് ഇട്ടാകണം തിന്നിക്കൊണ്ടിരിക്കും. ആ വാട്ടറിൻ്റെ ഫിസിക്സൊക്കെ നിങ്ങൾ കണ്ടോ? അടുത്ത ഒരു സിറ്റി വരുന്നുണ്ട്. സിറ്റിക്ക് വേണ്ടി ഞാൻ കട്ട വെയിറ്റിംഗ് ആണ്. നമുക്ക് സിറ്റി കിട്ടിയാൽ മതി എന്നായി. പിന്നെ വണ്ടി അപ്ഡേറ്റ്, കാർ അപ്ഡേറ്റ് എന്ത് തോന്നില്ല ഉറപ്പായിട്ട് കൊണ്ടുവരണം ഡ്രൈവക്സ്. ഇതൊന്നും അല്ല എൻ്റെ സ്പീഡ്. ഞാൻ മെയിൻ റോഡിൽ കയറിയിട്ട് എൻ്റെ സ്പീഡ് കാണിക്കില്ല. എടാ ഇത് വണ്ടി ഈ ഒരു ഗെയിമിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ എയർ ബാഗൊക്കെ ചാടി പുറത്ത് വരും. നമ്മളൊരു ജസ്റ്റ് ഒരു തട്ടൊക്കെ അത് നല്ലതാണ്. ഫിസിക്സ് ഉണ്ട്, ഒറിജിനൽ ഫിസിക്സ്. ജസ്റ്റ് ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ എയർ ബാഗ് വരുന്ന ഫിസിക്സ് അത് നല്ലതാണ്. സോ ഇതിൻ്റെ പാർട്ട് 2 വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എടാ ഈ വഴി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഗൈസ്. പൊളിയല്ല. ഞാൻ ഈ മാപ്പ് ഇതുവരെ എക്സ്പ്ലോർ ആക്കിയിട്ടില്ല. നിങ്ങളുടെ കൂടെ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഈ മാപ്പ് എക്സ്പ്ലോർ ആക്കുന്നത്. പതിയെ പോയാൽ മതി കേട്ടോ. ഞാൻ നല്ല പക്ക ഗെയിമർ ആയതുകൊണ്ട് എനിക്ക് നന്നായിട്ട് വണ്ടിയൊക്കെ ഓടിക്കാൻ അറിയാം. കാരണം എനിക്ക് കൺട്രോളർ ഉള്ളതുകൊണ്ടല്ല, കൺട്രോളർ ഉള്ളതുകൊണ്ട്. ഈ റൂട്ടിൽ സ്പീഡ് കാണിക്കാൻ നിന്ന് അപ്പുറത്തെ കണ്ടെത്തി കിടക്കും. കാണിക്കാൻ ഒന്നും പറ്റിയില്ല ഗൈസ്. കണ്ട ഞാൻ പറഞ്ഞില്ല അപ്പുറത്തെ കണ്ടെത്തി കിടക്കും. എടാ ഞാൻ ഇതുവഴിക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. ഞാൻ ഇതുവരെ ഈ സ്ഥലത്തോട്ടൊന്നും വന്നിട്ടില്ല. നിങ്ങളുമായിട്ട് ആദ്യമായിട്ടാണ് ഗൈസ് ഞാൻ ഈ വീഡിയോ എടുത്തോണ്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അല്ലാതെ ഞാൻ വല്ല കണ്ടത്തിലെങ്ങാനും പോയി കിടക്കത്തുള്ളൂ. ഇതൊക്കെ ഏതാ സ്ഥലം? കൊള്ളാല്ലേ? പോട്ടെ. ഒറിജിനൽ വണ്ടികളുടെ സൗണ്ടാണ് ഗൈസ്. സുപ്രാണ മാത്രമാണ് എല്ലാത്തിനും സുപ്രാണ ശബ്ദമാണ്. മറ്റേ ആ ശബ്ദം. പിന്നെ അത് മാത്രമല്ല ഡീറ്റെയിൽ ഞാൻ വണ്ടി നിർത്തിയിട്ട് കാണിക്കുക. ബ്രേക്ക് ഏതായിരുന്നു? ഇതല്ലേ? എടാ ഈ വണ്ടിക്ക് തീ വരില്ല. എടാ പുക മാത്രമേ ഉള്ളൂ. ശരി അതപ്പോൾ നമ്മൾ ചെളി കയറിയിട്ട് തീ പോയതാന്ന്. എടാ ഇവിടെ നല്ലടാ നമ്മൾ തുടങ്ങിയ സ്ഥലത്തു നിന്ന് തന്നെ തിരിച്ചു വന്നില്ല. നമുക്ക് വളഞ്ഞ് വേറെ വഴി നോക്കാം. ഇതുവഴി ഇറങ്ങും. ഇതുവഴി പോയിട്ട് ഞാൻ വേറൊരു സ്ഥലം കാണിച്ചു തരാം. നല്ലൊരു ഏറിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് നമ്മുടെ ഓഫ് റോഡ് വണ്ടികളൊക്കെ ടെസ്റ്റ് ചെയ്യാൻ കേട്ടോ. നല്ല സ്ഥലമായിരുന്നു. എടാ ഇതുവഴിയാണ് കേട്ടോ ഞാൻ എന്നും വണ്ടി ഓടിച്ച് കളിക്കാറ്. നേരത്തെ കണ്ട ആ ടാറിലൊന്നും ഞാൻ ഇതുവരെ പോയിട്ട് പോലും എങ്ങനെയൊക്കെ കറങ്ങി തിരിഞ്ഞ് ഇവിടെ തന്നെ വന്നു. ഇത് ചെറുതായിട്ടൊന്ന് തിരിച്ചാൽ മതി, വലുതായിട്ടങ്ങനെ പോകും. പ്രശ്നം കൺട്രോളറിൻ്റെയാണ്. ഓ
തീ വന്ന് ഞാൻ എന്തോ വല്ല ഗ്ലിച്ചം കാണുമായിരുന്നു നേരത്തെ തീ വരാനെ. ആ തീയൊക്കെ ഉണ്ട്, പക്ഷെ നോക്കട്ടെ. ആ ഇപ്പം തീ ആദ്യം പുകയാണ് ഗൈസ്. ഇതുവഴിയായിരുന്നു ഇനി പോകണ്ടേ, പോയി നോക്കാം. ആ ഇതുവഴിയല്ല, യൂട്ടേണിട്. വലിക്കുന്നുണ്ട്. ആക്സിലേഷൻ പതിയെ കൊടുക്കാൻ ഞാൻ വിടുന്നു. അതാ വലിയ സ്പീഡില്ലാത്ത. നിങ്ങൾ ഫോണിൽ കളിക്കുമ്പോൾ ആക്സിലേഷൻ ഒരു തവണ നിൽക്കുക ഫുള്ള് പോകുന്നു. ഇതങ്ങനല്ല, ഞാൻ ഈ കൺട്രോളറിൽ കളിക്കുന്നതുകൊണ്ട് ആക്സിലേഷൻ ഫുള്ള് കൊടുക്കേണ്ട ആവശ്യമില്ല. എടാ ഇവിടെല്ലാം നമ്മൾ നേരത്തെ ഒന്ന് സൂപ്പർ അടിച്ചിട്ട് പോയത്. സൂപ്പർ ഇടിച്ച് പിന്നെ GTR ആക്കിയിട്ട് പോയത്. വന്ന വഴി തന്നെ തിരിച്ചു വരുമെന്ന്. നല്ലതാണ്. വണ്ടിയുടെ അടി തട്ടി എയർ ബാഗും വന്നു. നേരത്തെ വന്ന ഇഷ്യൂ വന്നു. വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ. ഈ വഴിയുടെയൊക്കെ ഇത് പോയി. ഓ പപ്പടം പോലെ ഇറങ്ങുന്നുണ്ട്. ഷീപ്പ് പോലും ഇല്ല. നമുക്ക് ഇവിടെ തന്നെ നമ്മളെ GTRൻ്റെയും ക്രാഷ് ടെസ്റ്റ് നടത്താം. കിളിയടാ കിളി കണ്ണാടി പൊട്ടി, കുഴപ്പമില്ല. ഓഹ് മോനെ, നിങ്ങളിത് കാണണം ഗൈസ്. ഓ പോയടാ. കാണുന്നുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ വീഡിയോ എടുക്കുന്ന വഴിയിൽ വന്നതാ. കാണുന്നുണ്ടോ? ഇവിടെ എല്ലാം നിറച്ച് ഇവിടെ നിറച്ച് കിളികളാ. ഇതുവരെ കാണാത്ത ടൈപ്പ് കുറേ കിളികൾ. കാക്ക വന്ന്, കുരുവി വന്ന്, ഒറ്റമൈന വന്ന്. ഇത് ഒരു കാക്കയും മൈനയും കൂടെ അടി ഗൈസ്. ഫുഡിനാന്ന് തോന്നുന്നു. പൊളിച്ചെന്തെന്നാലും നിങ്ങൾ കാണണ്ട കേട്ടോ. അഗൈൻ സോ നമുക്ക് ബാക്ക് ടു ഗെയിം. അതിൻ്റെ ഇടയിൽ ഞാൻ ക്ലീൻ തപ്പിപ്പോയി. നമ്മുടെ വണ്ടി പപ്പടമായിരിക്കുന്നു ഗൈസ്. സോ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്തല്ല നമ്മുടെ അറബീനെ കൊള്ളാമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അറബി മറ്റേ സിസ്റ്റർമാരുടെ ഉടുപ്പൊക്കെ ഇട്ടിട്ടാണ് അറബി വന്നിരിക്കുന്നത്. ഒരു തോർത്തൊക്കെ തലയിൽ കെട്ടി. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന കണ്ണാടി പൊട്ടിയടാ കിളിയെ കാണാൻ പോയപ്പോൾ. ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ വീണ്ടും കാത്തിരിക്കുക. ടാറ്റ, ബൈ ബൈ, സീ യു.